ഗൈസ്, അങ്ങനെ അവിടെ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കടന്ന് പെരളുന്ന ആ നിവിൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവന്റെ അഹങ്കാരവും ആദിലയും നൂറയും, ആദിലയുടെ എന്ന് പറയാൻ പറ്റില്ല, നൂറയുടെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് ഗെയിമുമാണ് ഈ നിവിൻ എന്ന് പറയുന്നവനെ പുറത്താക്കിയത് കേട്ടോ. അയ്യോ, വലിയ വലിയ സംഭവ വികാസങ്ങളാണ് നമ്മുടെ. അയ്യോ, ലൈവ് പറയാൻ എനിക്ക് എത്ര വീഡിയോ ഇടണം, എന്തൊക്കെയാണ്, എപ്പോൾ ഇടണമെന്നുള്ളത് ഞാനിങ്ങനെ ഭയങ്കരമായ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എന്നാലും എനിക്കത് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇടട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ രാവിലത്തെ ഒക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പം നടന്ന സംഭവങ്ങൾ, ഇപ്പം ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ മാത്രം പറയാം. നിവിൻ ഈ നമ്മുടെ പ്രശ്നങ്ങൾ രാവിലെ തന്നെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. കിച്ചണിൽ ജിസേൽ വന്നിട്ട് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി. പ്രൊവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബർഗറിൻ്റെ ഒരു വിഷയമാണ്. ബർഗർ വേണോ, ബർഗർ തരത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ഈ നിവിനും ജിസേലും ഭയങ്കര പ്രോബ്ലംസ് ആണ് അവിടെ രാത്രി ക്രിയേറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കൊടുക്കും, കൊടുത്തവരെ തിരിച്ചു വാങ്ങിക്കും, തിന്നവരെ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അതിനുശേഷം രാവിലെ അങ്ങനെയുള്ള അവർ തമ്മിലിരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. അതിനുശേഷം ടാസ്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ടായിരുന്നു, ടാസ്ക് ചെയ്ത് കഴിഞ്ഞു. വന്നതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓരോ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഫ്രിഡ്ജിൽ, ബാക്കിയുള്ള 7 അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബർഗറും ഒക്കെ തിന്നുകൊണ്ട് അനുമോളും ആദില, നൂറ, അനുമോളും കൂടി കിച്ചണിലേക്ക് വന്നു. റെന ഫാത്തിമ കിച്ചണിലുണ്ടായിരുന്നു. അതിനൊക്കെ ഷൈറ്റി ഉണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ ബർഗറിന്റെ ഒരു വിഷയം പറഞ്ഞു. ഈ ജിസയിലും അനുമോളും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പം അനുമോൾ ചോദിച്ചു, നീ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ മേക്കപ്പ് ഉപയോഗിക്കുന്നില്ലേ, കണ്ണ് എഴുതുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു അത് സ്വേച്ഛാധിപതികൾക്കെല്ലാം പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, സ്വേച്ഛാധിപതികൾക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആര് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഈ അനുമോള് ടിഷ്യൂ എടുത്തിട്ട് അവളുടെ ചുണ്ടിലേക്ക് ഒരു 4-5 ടിഷ്യൂ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ചുണ്ടിലേക്ക് ഇങ്ങനെ തൊടാനായിട്ട് വായിച്ചപ്പോഴത്തേക്ക് അനുമോളെ നെഞ്ചത്ത് പിടിച്ച് ഭയങ്കര ശക്തിയായിട്ട് തള്ളി. അപ്പം എനിക്ക് തോന്നുന്നു പാതകത്തിൽ ഇടിച്ചേനെ അവൾ ബാലൻസ് ചെയ്ത് നിന്നില്ലായിരുന്നെങ്കിൽ കുറച്ചൊക്കെ ബാക്കിലോട്ട് പോയി ഒറ്റ തള്ളി നെഞ്ചത്താണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് തള്ളിയത്. അപ്പോൾ അത് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി അനുമോളെ കടന്നാക്രമിച്ചു, ആദില നൂറ ഒഴിച്ചിട്ട്. അപ്പോൾ ആദില നൂറ പറഞ്ഞു, നീ ചെയ്ത തെറ്റായിപ്പോൾ നീ എന്തിനാണ് അവരുടെ ചുണ്ടിൽ തൊടാൻ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജസ്റ്റ് വിരൽ പോലും തൊട്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ ടിഷ്യൂ വെച്ച് തൊട്ടാന്ന് പറഞ്ഞു. അങ്ങനെ തള്ളിയ ഒരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. എന്തായാലും അക്ബറും ഒക്കെ എന്നിട്ട് അക്ബറിനൊക്കെ ശരിക്ക് കൊടുത്തു. ഞാൻ അതിൻ്റെ വീഡിയോ പിന്നീട് ഇടാം. അപ്പം ഞാൻ ഇതൊന്ന് പറയട്ടെ. അതിനുശേഷം ഉടനെ തന്നെ നമ്മുടെ നിവിൻ എന്ന് പറയുന്ന പെരളുമല്ല, പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് പെരളുന്നവൻ, ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിനൊന്നും അനുമോളെ കിട്ടത്തില്ല എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുമല്ല, ആരെങ്കിലും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും രീതിയിൽ മോശമാക്കുക, വേറെ വല്ല വിഷയങ്ങൾ എടുത്തിടുക, പിന്നെ പെണ്ണുങ്ങളുടെ ഇടയ്ക്കൂടെ കിടക്കുക എന്നുള്ളതൊക്കെയാണ് അവൻ്റെ ഒരു പോളിസി തന്നെ. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ ക്യാമറയിൽ നിന്ന് ബിഗ് ബോസിന്റെ ക്യാമറയിൽ പറയാണ്, ഇവിടെ നിന്ന് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. അത് ഒരു പ്രാവശ്യമല്ല, 1000 ആവർത്തി ഇങ്ങനെ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടി അവനെ വിളിച്ചിട്ട് സ്മോക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയതിന് ശേഷം പറഞ്ഞ നീ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം മേ ബി അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അനുമോക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യും. വീണ്ടും അവൻ അത് ആവർത്തിക്കുകയാണ്. കുറേ കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ജിസേൽ ഭയങ്കര ഡ്രാമയൊക്കെ ചെയ്തു. ഈ തള്ളി എന്നുള്ളൊരു പ്രശ്നം പിന്നീട് ലാസ്റ്റ് അറിഞ്ഞപ്പോൾ എല്ലാവരും പതുക്കെ പിന്മാറി. 2 കൈ കൊണ്ട് നെഞ്ചത്ത് പിടിച്ച് ആഞ്ഞാണ് തള്ളിയത്. ഇതെല്ലാം ക്യാമറയിൽ കാണുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനുശേഷം ലിവിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അനുമോളെയും ജിസേലിനെയും കൺഫെഷൻ റൂമിൽ വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ റൂൾസ് അറിയില്ലേ, നിയമം അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇതറിയാം കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോള് പറഞ്ഞു അപ്പോൾ ഇനി 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, 2 പേരുടെയും ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശ്രീ മോഹൻലാൽ വരുമ്പോൾ 2 പേർക്കെതിരെയും നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ 2 പേരും 2 പേരുടെ ഭാഗം ന്യായീകരിക്കാൻ നോക്കി. മാക്സിമം ഈ ജിസേലങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്താണ് ഈ സാധനം, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ ക്ലിപ്പിംഗ്സും ഉണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ, ഈ ടിഷ്യൂ വെച്ചിട്ട് അവൾ ഇവിടെ നിൽക്കുന്നു, ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ, അത്ര കാര്യം ചെയ്തത്. മറ്റവൾ 2 കൈ കൊണ്ട് ഭയങ്കരമായിട്ടാണ് പുഷ് ചെയ്തത്. ഇല്ല പാതകത്തിൽ ചെന്ന് തലയൊടി, ഞാൻ അയ്യോ എന്നാണ് വിളിച്ചത്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് കിടന്നൊക്കെ പറയണം അവളെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ലിഫ്റ്റിക്ക് ഇങ്ങനെ തേച്ചെന്ന്. അപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ബിഗ് ബോസ് ക്യാമറയിലുണ്ടല്ലോ, എല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ. മറ്റവള് വീണ്ടും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ഇങ്ങനെ ചെയ്ത്, പിന്നെ അവളെ എന്നെ അടിച്ചു. എവിടെ അടിച്ചു? ചുമ്മാ അങ്ങ് പറയുക, കാരണം അനുമോളെ പുറത്താക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പോൾ ബിഗ് ബോസ് ഉടനെ പറഞ്ഞു എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഇവിടുത്തെ ക്യാമറയിൽ എല്ലാം ഉണ്ട്, നിങ്ങളുടെ ക്യാമറ വീണ്ടും വീഡിയോ വീണ്ടും എടുത്തിട്ട് കണ്ടതാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ധാരണയിൽ എത്താൻ ശ്രീ മോഹൻലാൽ വരുന്ന സമയം വരെ നിങ്ങൾ ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എതിരെ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ വീക്കിലും പിന്നെ നോമിനേഷൻ ഇടലായിരിക്കും, അവരുടെ ഡയറക്റ്റ് നോമിനേഷൻ പോലായിരിക്കും അവരുടെ ഒരിത്. തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാവണം, രണ്ടുപേർക്കും അങ്ങനെ കൊടുക്കണം. കാരണം അനുമോള് ഇനിമേലും അത് ചെയ്യാൻ പാടില്ല. അനുമോള് പിന്നെ എത്ര എവിക്ഷനിൽ പോയാലും അനുമോള് തീർച്ചയായിട്ടും അനുമോള് നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അതൊന്നുമല്ല, അതിനുശേഷം അവരങ്ങോട്ട് പോയ സമയത്ത് പിന്നെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവർ പോയപ്പോൾ നൂറ് അവിടെ നിന്ന് പറഞ്ഞു നിവിൻ നീ പറഞ്ഞില്ലേ ആദിലായും അങ്ങനെയല്ല അനുമോൾ എവിക്റ്റ് ആയില്ലെങ്കിൽ നീ പുറത്തു പോകുമെന്ന് പറഞ്ഞില്ലേ എന്ന് നൂറ ചോദിച്ചു. ഭയങ്കര ഒരു ക്രൂഷ്യൽ ടൈമായിരുന്നു. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ നൂറിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ചക്കര മക്കളെ അടിപൊളി. കാരണം ഇങ്ങനെ വേണം അവരുടെ വാപ്പയും ഉമ്മയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരണം. ഞാൻ അതിൻ്റെ വീഡിയോ വീണ്ടും ഇടാം കേട്ടോ, വേറെ ഇടാം. അപ്പോൾ എന്തായാലും നൂറ ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവൻ ചാടി തീർച്ചയായിട്ടും ഞാൻ കിട്ടി ഓടി, ഞാൻ ഇവിടുന്ന് പോകൂടി, അവളെ പുറത്താക്കണം, അവളെ പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇവർ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു നിവിൻ നിങ്ങൾ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ മൈക്ക് എന്താണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മൈക്ക് ഉപയോഗിക്കാത്തതെന്ന് വെച്ച് പറഞ്ഞു ഇവിടെ പല പ്രാവശ്യം മൈക്ക് ഉപയോഗിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എന്ന് പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ നേരെയൊക്കെ പിടിച്ചിട്ടതിന് ശേഷം ചോദിച്ചു നിങ്ങൾ ക്യാമറയിൽ വന്ന് എന്താണ് പറഞ്ഞത്, ഇവർ തമ്മിലുള്ള വഴക്കിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങൾ എന്താണ് പറഞ്ഞത്. അപ്പോൾ അവൻ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്താണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത്, സോറി ബിഗ് ബോസ്, ഞാൻ അങ്ങനെ ആ സമയത്ത് അങ്ങ് പറഞ്ഞു പോയി, എനിക്ക് അങ്ങനെ പോകണ്ട, പുറത്ത് പോകണ്ട, ഞാൻ കളിച്ച് പ്രേക്ഷകർ എന്നെ പുറത്താക്കിയാൽ മതി എന്നല്ലേ അവൻ പറയേണ്ടത്. അവൻ ഉടനെ പറഞ്ഞു ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അവൻ അപ്പോഴും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ അങ്ങ് അനുമോളെ പുറത്താക്കും എന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻ ഇത്രയും തിരുമണ്ടനാണെന്നുള്ളതാണ്. അവനൊരു എന്താ പറയുക, അവന് ഇഷ്ടമില്ല, അവനെ അവിടെ വന്ന് കിടക്കരുത്, ആ നടുക്ക് വന്ന് കിടക്കരുത്. ശൈത്യയുടെയും അനുമോളുടെയും ഇടയ്ക്ക് വന്ന് കിടന്നു. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് കഴിയാൻ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല, ലൈവിൽ ഞാനൊരു രംഗം കണ്ടു കേട്ടോ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ലൈവ് നടക്കുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ബിഗ് ബോസ് ചോദിച്ച് പുറത്തു വന്നു. അപ്പോൾ പറഞ്ഞു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വെച്ചാൽ പറഞ്ഞു ഞാൻ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു. ഫ്രണ്ടിലെ ഗേറ്റ് തുറന്നിട്ടുണ്ട് പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ പുറത്തു പോയി. ഗൈസ് അതിലെ നൂറെ പറഞ്ഞു ഇറങ്ങി പോടാ, നീ പറഞ്ഞ വാക്ക് വലിക്കണോടാ, വാക്ക് വലിക്കണേ, ഇറങ്ങിപ്പോടാ. എല്ലാവരോട് ഇവരുടെ ഗ്രൂപ്പ് എല്ലാം കൂടി അവനെ ചെന്ന് പിടിച്ച് ഞാൻ പോവും പറഞ്ഞു. നൂറ് ഇങ്ങനെ പുറമേ നടന്ന് പറഞ്ഞോളെ ഇറങ്ങി പോടാന്ന്. എന്തായാലും നമ്മുടെ അനുമോള് എവിടെയെങ്കിലും മൂലയ്ക്ക് പതുങ്ങിയിരുന്ന് പേടിച്ച് പറിച്ചിട്ട് എന്നെ ഇനി എല്ലാവരും കൂടി കൊല്ലുമെന്ന് പറഞ്ഞു. അതിലെ പറഞ്ഞു ഞാൻ ജീവനുള്ള കാലത്തോളം ഈ പേരിൽ നിന്നെ ആരും ഒന്നും പറയത്തില്ല, ഞങ്ങൾ കാരണമാണ് അവൻ പോയേക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്തായാലും കാലക്കം കളി എന്തായാലും നൂറയുടെയും ആദിലയുടെയും 100% നൂറയ്ക്ക് ഫുൾ സപ്പോർട്ട് എല്ലാവരും ചെയ്യും കേട്ടോ. നൂറയെ ഒരു കാരണവശാലും നൂറയ്ക്ക് വോട്ട് കുറയരുത്. നൂറയ്ക്കും ആദിലേക്കും പരസ്പരം 2 ഐഡി ഉണ്ടാക്കി 2 ഐഡി അല്ല അടുത്ത വീട്ടിലുകാരെ തന്നെ 2 പേര് വോട്ട് ചെയ്യാൻ പറ കേട്ടോ. എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആദിലേക്ക് നൂറയ്ക്ക് വോട്ട് ചെയ്യാം. അത് ഇപ്പം ഞാൻ പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.